ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. 180 ഡിഗ്രിയിൽ അപ്പ് ആൻഡ് ഡൗൺ കോയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. ആ ടൈം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. ഒരു ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 പിഞ്ച് ഉപ്പും 3/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര കലിയണ വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് അടിച്ച് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബീറ്റർ മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സിയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ചേർത്ത് കൊടുത്ത് ഇടവിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൈദ മിക്സും പാലും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്നാണ്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പ് ഭാഗം നല്ല ലെവലായിട്ട് കിട്ടും. ഒന്നും കൂടി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ കോയിലും ഫാനും റോട്ടിസോറിയും കൂടി വർക്ക് ചെയ്യുന്ന ഫങ്ഷനിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്കതൊന്ന് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട മിൽക്ക് സിറപ്പ് തയ്യാറാക്കാം. 1 കപ്പ് പാലും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3/4 കപ്പോ 1 കപ്പോ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടിയിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പൊക്കെ കണ്ടാൽ നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് വറുക്കുമ്പോൾ തന്നെ ആ സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ പോയി കിട്ടും. മേലെ നിന്നുള്ള ആ സ്കിന്ന് പോലത്തെ ആ ഭാഗം ഒന്ന് പതുക്കെ മാറ്റി കൊടുക്കാം. നമ്മളെ കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. 3 മുട്ട വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത പാത്രം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ കേക്ക് വെച്ച് കൊടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ വെച്ച് അതൊന്ന് നന്നായി ഒന്ന് അതിലേക്ക് പിടിക്കട്ടെ. ഇപ്പോൾ കണ്ട ലിക്വിഡൊക്കെ അത് കുടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം.
1/4 ഭാഗം സിറപ്പ് ഞാനിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കേക്ക് സെർവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം. കേക്ക് ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുത്തിട്ട് പതുക്കെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം മേലെ. എൻ്റെ ബേസ് അധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അധികം വിപ്പിംഗ് ക്രീം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഡെക്കറേറ്റ് ചെയ്യുന്നത് സ്ട്രോബെറി വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഒന്നുമില്ല. പിന്നെ ഞാനിത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഞാനിത് ചെറി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിതൊരു രാത്രി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നന്നായി തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സൂപ്പർ സോഫ്റ്റാണ്. നന്നായിട്ടത് സോക്കായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.